യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണത്തിലെ മരണസംഖ്യ 80 കവിഞ്ഞു. ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും നാശം വിതച്ച ആക്രമണമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. യമനിലെ റാസിസ ഫ്യൂവൽ പോർട്ടിനു നേരെയാണ് USന്റെ ആക്രമണം നടന്നത്. ഹൂതികളുടെ പ്രധാന വരുമാനമായ ഇന്ധന വിതരണ ശൃംഖല തകർക്കുക എന്നതാണ് ലക്ഷ്യം. റാസിസ ഫ്യൂവൽ പോർട്ടിലെ ജീവനക്കാരടക്കം 171 പേർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം ജനങ്ങൾക്കെതിരെയല്ലെന്നും തീവ്രവാദത്തിനെതിരെയാണെന്നും US സെൻട്രൽ പ്രതികരിച്ചു. പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ യമൻ പിന്നോട്ടില്ല. US തങ്ങൾക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ പ്രശ്നം ഗുരുതരമായി തീരും. ഹൂതി വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ചെങ്കടലിലെ ചരക്ക് നീക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആക്രമണം നടത്തുന്ന ഹൂതികളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് US യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ മാസം ആരംഭിച്ച ആക്രമണങ്ങളുടെ തുടർച്ചയാണ് വ്യാഴാഴ്ച നടന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ മാർച്ചിൽ നടത്തിയ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹൂതികൾ ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നാണ് US മുന്നറിയിപ്പ്. ഗാസയിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് മറുപടിയായി ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ആരംഭിച്ചത്. ഹൂതികൾ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഹൂതി ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച ഹൂതികൾ 2023 നവംബർ മുതൽ 100-ലധികം കപ്പലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കാലയളവിൽ അവർ 2 കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കുറഞ്ഞത് 4 നാവികരെ ആക്രമണത്തിൽ ഹൂതികൾ കൊലപ്പെടുത്തിയിരുന്നു. ഇത് ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തിയതോടെ കപ്പലുകളെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചിലവേറിയതുമായ വഴിയിൽ തിരിച്ചുവിടേണ്ടി വന്നിരുന്നു. മാർച്ച് 15 മുതൽ യമനിലെ ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിലെ ഏറ്റവും വലുതാണിത്. യമനിലെ ജനതയ്ക്കെതിരെയല്ല, ഹൂതികളുടെ സൈനിക ശേഷി അമർച്ച ചെയ്യുകയാണ് ആക്രമണ ലക്ഷ്യമെന്ന് അമേരിക്ക അറിയിച്ചു. ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്ന് പെന്റഗണും പറഞ്ഞു. ഗാസയിലെ മാനുഷിക ശൃംഖല അപ്പാടെ തകർന്നതായി ലോകത്തെ 12 പ്രധാന സന്നദ്ധ സംഘടനകൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിച്ച് ആയിരങ്ങളെ മരണവഴിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് UN ഏജൻസികളും കുറ്റപ്പെടുത്തി. അതിനിടെ ഈജിപ്ത് സമർപ്പിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വൈകുകയാണ്. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ഊർജിത നടപടികൾ തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു. അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേൽ നീക്കം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തടഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആണവ പദ്ധതികളിൽ നിയന്ത്രണം വരുത്തുന്നതിന് ഇറാനുമായി US നടത്തുന്ന ചർച്ചകളിൽ മേൽക്കോയ്മ ലഭിക്കുന്നതിനാണ് ട്രംപിന്റെ നീക്കമെന്നും റിപ്പോർട്ടിലുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇറാന്റെ പ്രവർത്തനങ്ങൾ 1 വർഷമെങ്കിലും വൈകിപ്പിക്കുന്നതിനായി മെയ്യിൽ ആക്രമണം നടത്താനായിരുന്നു ഇസ്രയേൽ പദ്ധതി. ട്രംപ് ഭരണത്തിന് കീഴിൽ US ഇറാനുമായി നടത്തിയ ആദ്യ ചർച്ച ശനിയാഴ്ച ഒമാനിലായിരുന്നു. 2ാം ഘട്ടം ഒമാന്റെ മധ്യസ്ഥതയിൽ റോമിൽ നടക്കും. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി തലവൻ റഫേൽ മരിയാനോ ഗ്രോസി ചർച്ചയ്ക്ക് മുന്നോടിയായി ബുധനാഴ്ച ഇറാനിലും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.